ഞങ്ങളിന്ന് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, സ്ട്രോബെറിയൊക്കെ പറിക്കാൻ പോവാം. പഴുത്തോന്ന് നോക്കിയിട്ട് സ്റ്റീമരി കണ്ണു പഴുത്തതുണ്ട് എന്ന്. ഇത് ഞങ്ങളുടെ സ്ട്രോബെറിനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രോബെറി ഉണ്ട്, കാണിച്ചു തരാം. ഇതിനോടനെ ഇങ്ങനെ ബാരൽ തുളച്ചിട്ട് ഇങ്ങനെ നട്ടതാണ്, കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ 3 സ്ട്രോബെറി ഉണ്ട്. ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്നതൊക്കെ ഉണ്ട്. ബെൻസി കട്ട് ചെയ്തു, അതിന് സ്റ്റീമരി. ഓക്കെ, സ്റ്റീമരിൻ്റെ അല്ലേ. നമുക്ക് എത്ര മതി? ഇഷ്ടമായില്ലേ? നല്ല ടേസ്റ്റ് അല്ലേ, നല്ലത്. ഒരെണ്ണം ഉണ്ടായത് നമുക്ക് അപ്പയ്ക്ക് വെക്കാം. ഇതൊരു സ്പെഷ്യൽ അവോക്കാഡോ വേണ്ടത്. ഏതാന്ന് ഞാൻ മറന്നുപോയി. അപ്പ നട്ടയല്ലേ? 4 പ്രിഞ്ചിൽ കിട്ടിയില്ലേ. സീഡ്ലെസ് ലെമൺ 2 എണ്ണം പറിക്കണം. എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കേട്ടോ. കേട്ടോ, കിട്ടിയാ? നമുക്കിങ്ങനെ വിളിച്ചാലോ? ഇങ്ങനെ പഠിക്കണം. ബെൻസ്റ്റീവിന് ഒരു പീസ് കൊടുക്ക്. ഗോൾഡൻ ബെറി അത്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് കടുമുടുവിൻ്റെ ലീവ്സ് പറിക്കാൻ വന്നേ, അപ്പോൾ കുറച്ച് കടുമുട് കിട്ടി. കടുമുട് ഇത് കണ്ടോ, കടുമുടുപ്പഴം കണ്ണിന് ഏറ്റവും നല്ലതായത്. എന്താ ബെൻസ്റ്റീവ? കടുമുടുപ്പഴം. പാത്രം കാണിച്ചാ അമ്മ കുറച്ച് തരാം. അതിൽ 1000 കടുമുടുവിൻ്റെ പഴമുണ്ട്. കുറച്ചെടുത്തോ. ലാസ്റ്റ് അല്ല, പെട്ടെന്ന് തിന്നോ, ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കഴിക്കാൻ പറ്റൂല. കടുമുടുവിൻ്റെ ഒരു കുഞ്ഞിക്കൊല. ഇത് ഇവിടെ സ്റ്റീവിന് കിട്ടിയില്ലേ. കടുമുട് വർക്ക് വേണ്ടേ? കുറച്ചും കടുമുടുവിൻ്റെ ലീവ്സാണ് ഉപ്പേരി വെക്കാൻ ഏറ്റവും നല്ലതാണ്. കണ്ണിനൊക്കെ കുറച്ചും ലീവ്സാണ്. നമ്മൾ ആഴ്ചയിലൊരു 2-3 പ്രാവശ്യം കടുമുടി ചപ്പായിരിക്കും. യൂരിയ കൊട്ട എടുത്തിട്ട് വാ. നല്ല ഹെൽത്തി ലീവ്സാട്ടോ, എങ്ങനെയുള്ളതൊക്കെ കഴിക്കണേ എല്ലാവരും. കടുമുടുവിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ? ഇത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, കണ്ണിന്. ഒരു കൊട്ടയിൽ ആവശ്യത്തിനുള്ള പറിച്ചു. ഇനി ഉപ്പേരി വെക്കണം.